പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ വായിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് രാമായണം എന്ന കൃതിയിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും ഗംഭീരമായ ഭാഗങ്ങളിൽ ഒന്നായ രാമരാവണ യുദ്ധവും തുടർന്ന് രാവണവധവും ഒക്കെയാണ്. ഇതിനിടയിൽ അതിഗംഭീരമായ അഗസ്ത്യസ്തുതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആദിത്യഹൃദയമൊക്കെ വരുന്നുണ്ട്. രാമരാവണ യുദ്ധം ആരംഭിക്കാൻ പോവുക. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുൻപാം കവികൾ കണ്ട് എത്രയും ഭക്തി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളേ വരും എന്നരുൾ ചെയ്ത് നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ ഗോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം! എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോട് രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരം ആർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ട് ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരും. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ച് ചുറ്റും നിറഞ്ഞതു രാഘവൻ അന്നേരം. മർക്കടനായകന്മാരോട് അരുൾ ചെയ്ത് നീക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞ് ആരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീല അഗസ്ത്യൻ. തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകരസന്നിഭൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്കു വന്നിതു ഞാനടോ. താപത്രയവും വിഷാദവും തീർന്നു പോം, ആപത്തു മറ്റുള്ളവയും അകന്നു പോം. ശത്രുനാശം വരും, രോഗവിനാശനം സിദ്ധിക്കും, ആയുസ്സു സൽകീർത്തിവർദ്ധനം നിത്യമാദിത്യ ഹൃദയമാം മന്ത്രം. ഇത് ഉത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുര ഉരഗചാരണ കിന്നരതാപസ ഗുഹ്യക യക്ഷരക്ഷോഭൂത
കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും കൽപ്പകാലാന്തരേ. രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതിവൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും ധാരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യൻ ഇവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥവിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഖദ്യോതൻ ഉദ്യോതൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദൻ ആര്യമാ ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആതിഥേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനേ. സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം
കാന്തിരൂപായ തേ നമഃ. സ്ഥാവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ. സത്യപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാ. പിന്നെ വിമാനവുമേറെ മഹാമുനി ചെന്ന് വീണാധരോപാന്തേ മരുവിനാ. രാവണവധം ആണ് അടുത്ത ഭാഗം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ല ദശാസ്യനും. നിറഞ്ഞു നിൽക്കുന്ന രാവണനെ കണ്ട് രാമൻ തൻ്റെ അസ്ത്രങ്ങൾ എയ്തു തുടങ്ങുകയാണ്. അമ്പുതിയോടെതിർത്തിയിടിലും അമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്ന് പുകഴ്ത്തിനാൻ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രയിലിട്ടാൻ. അതു നേരം അപ്പോഴേ കൂടെ മുളച്ചതു കാണായിതവൻ. കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു. രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടാൻ. രക്ഷണാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നിന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. ഏതും എന്നരുളി ചെയ്ത് കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വമ്പന, മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്ത് അതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്. ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ട് രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. കെൽപ്പു കുറഞ്ഞു ദശാസ്യന് നിർണയം. ഈ 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണമെന്നു പൊരുന്നോരനന്തരം മാതലിദാനം തൊഴുതു ചൊല്ലിയിടിനാൻ. ഏതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നം അഗസ്ത്യതബോധനാദരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗത് പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ അതെന്നോടിനിക്കൊന്നീടുവൻ ദശകണ്ഠനെ നിർണയം. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തിയാ ജപിച്ചയച്ചീടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പൊക്കു ചോര കഴുകി മിഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നുടെ തോണിയിൽ വന്നിങ്ങു വീണു തെളിവോട്. ബാണവും എന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാൻ. ഉൽപ്പന്നമോദേന വാനരരേവരും
അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാർ. അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടി അകമ്പൊക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജൻ മാരുതി നീല അങ്കദാദിയാം മർക്കടവീരരും ആർത്തു പുകഴ്ത്തിനാർ. ഹരേ രാമ ഹരേ രാമ രാമ. രാമരാവണ യുദ്ധത്തിനൊടുവിൽ രാമൻ രാവണനെ നിഗ്രഹിച്ച സന്ദർഭമാണ് നമ്മൾ ഈ കണ്ടത്. രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നു. ആ സമയത്ത് രാമൻ അസ്ത്രങ്ങൾ എയ്യുന്നു, രാവണൻ തിരിച്ചെയ്യുന്നു. രാവണൻ ഒരു വാട്ടവുമില്ല. അങ്ങനെ ആ സമയത്താണ് അഗസ്ത്യമുനി അവിടെ വരുന്നത്. അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് രാമനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നി, നിനക്കൊരു ദിവ്യാസ്ത്രം തരണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നത്. എപ്പോഴും അങ്ങനെയാണ് ശിഷ്യൻ, അതായത് ഈ ആർക്കാണോ സഹായം ആവശ്യമായുള്ളത് അവരെ സഹായിക്കുന്നവരാണ് ഋഷിമാർ. അതാണ് വയലാർ പറഞ്ഞത്, ഋഷിമാർ മന്നൊന്തര രൂപശില്പങ്ങൾ തീർക്കാൻ പശമണ്ണെടുക്കുന്ന ഹിമവൽ പ്രദേശത്തിൽ എന്ന് എഴുതിയത്. ഈ മന്നൊന്തര രൂപശില്പങ്ങളെ വാർക്കുന്നവരാണ് ഋഷിമാർ, വാർത്തെടുക്കുന്നവരാണ്. അഗസ്ത്യമുനി ദിവ്യാസ്ത്രം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആദിത്യ ഹൃദയ മന്ത്രം ഞാൻ ഉപദേശിക്കാം, അത് ജപിച്ചയക്കുക ഈ അസ്ത്രം. എന്നിട്ട് ആ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. സൂര്യൻ്റെ എത്ര പര്യായങ്ങളാണ് എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നത്, വ്യത്യസ്തമായ പര്യായങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുതന്നെ ഏതാണ്ട് എണ്ണിയാൽ ഒരുപാടുണ്ട്. മലയാളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിന് ഒരു വാക്കിന് അസംഖ്യം പര്യായങ്ങൾ, ഒരു പക്ഷിക്ക് അസംഖ്യം ചിറകുകൾ എന്ന് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെ ഒരു സങ്കല്പമാണ് ഒരു വാക്കിന് അസംഖ്യം പര്യായങ്ങൾ. അങ്ങനെ പറയുന്നു. അതിനുശേഷം ആദിത്യഹൃദയ മന്ത്രം ഉപദേശിക്കുന്നു. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ എന്ന് തുടങ്ങുന്ന ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നു. ഈ ആദിത്യഹൃദയം മലയാളിയെ വീണ്ടും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. സി വി രാമൻപിള്ളയുടെ നോവലിൽ രാജാ കേശവദാസൻ എന്ന കഥാപാത്രം കേശവൻ കുഞ്ഞായിരിക്കുന്ന കാലത്ത് 9 വയസ്സിൽ തലയ്ക്കടി കൊണ്ട്, തവിക്കണ കൊണ്ട് തലയ്ക്കടി കൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൈ ഇങ്ങനെ രക്തം പൊത്തിപ്പിടിച്ചുകൊണ്ട്, രക്തം വരാതിരിക്കാൻ മുറിവിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ആദിത്യഹൃദയം മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ആ 9 വയസ്സുകാരൻ കുട്ടി ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ആദിത്യഹൃദയം ഏതേത് തലമുറയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രാമായണത്തിൻ്റെ തുടർച്ച എവിടെയൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് അസ്ത്രം അയക്കുന്നു. രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് ആ അസ്ത്രം പോവുകയാണ്. എനിക്ക് രസകരമായ ഒരുപാട് ഓർമ്മയുണ്ട്. ബാല്യകാലം മുതൽ അമ്പലങ്ങളിൽ രാമായണം വായിക്കാൻ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ തലയിൽ മാളോട്ട ഭദ്രകാളി ക്ഷേത്രത്തിൽ അഹോരാത്ര രാമായണ പാരായണം നടക്കുമ്പോൾ ഞാനിങ്ങനെ വായിക്കാൻ ഇരിക്കും. അതിന് എന്നെക്കൊണ്ടാണ് മിക്കവാറും അവിടെ ഈ ഭാഗം വായിപ്പിക്കുക. അപ്പോൾ ഈ രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന് എന്ന് പറയുമ്പോൾ ഈ ഹൃദയം പിളർക്കുന്ന ആ സന്ദർഭം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ, ഈ സാമ്പ്രാണിത്തിരിയുടെ ഒഴിഞ്ഞ കൂട് ഇങ്ങനെ വായു നിറച്ച് പൊട്ടിക്കാൻ പരുവത്തിന് വച്ചേക്കും പ്രഭാകരൻ നായർ. പ്രഭാകരൻ നായർ ഇങ്ങനെ അത് വച്ചിരിക്കും, അവിടുത്തെ വായനക്കാരനാണ്. പുള്ളി ഇങ്ങനെ ഇത് വച്ചിട്ട് നോക്കിയിരിക്കും. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ പുള്ളി ഇതിനെ തറയിൽ അടിച്ചങ്ങ് പൊട്ടിക്കുമ്പോൾ ഈ അസ്ത്രം ഇങ്ങനെ പിളർന്ന് കയറുന്നു എന്നുള്ളതിന് ഒരു സാധാരണ മനുഷ്യൻ്റെ വ്യാഖ്യാനം എന്നേ വിചാരിക്കാവൂ. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് പ്രഭാകരൻ മാമനെയും കൂടെ ഓർമ്മ വരുന്നു. അതുകൂടി ചേർത്താണല്ലോ ഇത് ബന്ധിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു. എൻ്റെ ബാല്യത്തിൽ അങ്ങനെ ചില അനുഭവങ്ങൾ, പാരായണ അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പം പിന്നെ അതിനുള്ള സാവകാശം ലഭിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സൗകര്യം ന്യൂസ് 8 എനിക്ക് ചെയ്തതെന്ന് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. അങ്ങനെ ഹൃദയം പിളർന്ന് ഈ അസ്ത്രം സഞ്ചരിക്കുന്നു. സഞ്ചരിച്ചതിന് ശേഷം ഇത്
സിന്ധുവാരിയിൽ മുങ്ങി വൃത്തിയായി കഴുകി മെഴുകി തിരിച്ച് തുണീരത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. രാമാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് വാക്കിൻ്റെ പ്രത്യേകതയാണ്. ചെന്ന് ആ ഹൃദയത്തിൽ തറച്ച് തിരിച്ചു വരുന്ന വാക്ക് തന്നെയാണ് ആ അസ്ത്രം. അങ്ങനെ രാവണ നിഗ്രഹം കഴിഞ്ഞു. ദേവകളൊക്കെ സന്തോഷിച്ചു. ദേവേന്ദ്രന് കണ്ണുകൾ 1000 തെളിഞ്ഞു എന്നാണ് പറയുന്നത്. സഹസ്രാക്ഷനാണല്ലോ. ഈ 1000 കണ്ണും തെളിഞ്ഞു. പ്രപഞ്ചം മുഴുവനും പ്രകാശിച്ചു എന്നേ അതിനർത്ഥമുള്ളൂ. അത്തരത്തിൽ രാവണനെ നിഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ സാത്വികതയുടെ കൊടി നാട്ടുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അബദ്ധധാരണകളുടെയും അശുദ്ധ വികാരങ്ങളുടെയും രാവണത്വത്തെ നിഗ്രഹിച്ച് ഉള്ളിൽ സംശുദ്ധതയുടെ, സാത്വികതയുടെ, ശുഭശുഭ്രതയുടെ രാമത്വം നിറഞ്ഞു നിൽക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.